ഗുഡ് മോർണിംഗ്. നമ്മുടെ മോർണിംഗ് CEP-യിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 65 ആൾക്കാരായി, കുറച്ചും കൂടെ ആൾക്കാർ കയറാൻ ബാക്കിയുണ്ട്. നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്തേക്കാം. നമുക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞു. വളരെ മനോഹരമായ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫുൾ എനർജറ്റിക്കായി മാറാൻ സാധിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് ഇപ്പം ചെയ്തത്. അതൊരു 21 ദിവസം നിങ്ങൾ തുടർച്ചയായി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്തു നോക്കുക. കറക്റ്റ് 6 മണിക്ക് തന്നെ കയറുവാണെങ്കിൽ അത് പൂർണ്ണമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇനി അടുത്ത രണ്ടാം പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. രണ്ടാം പാർട്ടി ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ടീമിൽ തന്നെ ഒരു പവർഫുൾ ലേഡി ഓൺട്രപ്രണർ നീതു ലിജോയ് ഫ്രം പാലക്കാട്. അവർ ചെയ്യുന്ന സെഷൻ എന്ന് വെച്ചാൽ അപ്ലൈൻ കണക്ടിവിറ്റി. ഈ ബിസിനസ്സിലെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സെഷനാണ് അപ്ലൈൻ കണക്ടിവിറ്റി. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നീതു മാഡത്തെ ഇൻവൈറ്റ് ചെയ്യാൻ. വെൽക്കം നീതു മാഡം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും എന്താ പറയാ, നിങ്ങളെല്ലാവരെയും ഏറ്റവും മനോഹരമായ ഒരു പുലരിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഫ്രണ്ട്സ്, നമ്മളെല്ലാം നല്ലൊരു ത്രില്ലിലല്ലേ? കാരണം എന്താണ്, നമുക്കിന്ന് സാറ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച് പറഞ്ഞു, നമ്മളെല്ലാവരും ഒരു 100 പ്ലാൻ ചലഞ്ചിലാണ് അല്ലെ. 100 പേർക്ക് ഇത്ര ദിവസം കൊണ്ട് നമ്മൾ 100 പേർക്ക് പ്ലാൻ കൊടുക്കുമെന്ന ഒരു ചലഞ്ച് സാറ് പറഞ്ഞപ്പോൾ അത് മനസ്സാ ഏറ്റെടുത്ത് ചെയ്യാൻ റെഡി ആയിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 90 ഡേയ്സ് മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നമ്മൾ ഇന്ന് ചെയ്തു. ഓക്കെ, അപ്പോ ആ ഒരു 100 പ്ലാൻ ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കുക? നമുക്ക് നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലെ? നമുക്ക് നല്ലൊരു ടീം ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന ചെക്കിന്റെ വലിപ്പം കൂട്ടാൻ നമ്മൾക്ക് ആ ഒരു ചലഞ്ചിലൂടെ സാധിക്കും. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് ആ ഒരു ചെക്ക് നേടിയെടുക്കാനും നമ്മുടെ ടീമിന്റെ വലിപ്പം കൂട്ടാനും ഒക്കെ നമുക്ക് ഒരു സപ്പോർട്ട് വേണം അല്ലെ. നമ്മൾ വെറുതെ അതിനെ നമ്മൾ എന്താ പറയാ, 90 ഡേയ്സ് മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നമുക്കറിയാം, അതിന് മുമ്പ് ഒരു 90 ഡേയ്സ് മിഷന്റെ ഭാഗമായിട്ട് വിന്നിംഗ് ടീമിന്റെ മോർണിംഗ് മിറാക്കിൾ മോർണിംഗ് CEP ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ടീം സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ 90 ഡേയ്സ് മിഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്വന്തമായിട്ടുള്ള CEP ഷാജി സാറിന്റെ ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പോ ആദ്യത്തെ ദിവസം തന്നെ ഭീമ മാഡം അതിന്റെ 4 ബേസിക് സ്റ്റെപ്പ് അടിത്തറയിൽ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. ഓക്കെ സാർ, ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക് ചെറുതായിട്ട് ഇഷ്യൂ ആവുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടിത്തറയിൽ നിന്ന് ഭീമ മാഡം നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം വിനോദ് സാർ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നു. ഒരു പ്രൊഡക്റ്റ് സെഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഷാജി സാർ നമ്മുടെ ഓഫറുകളെ കുറിച്ച് പറഞ്ഞു തന്നു. ഇന്നലെ സുഷിത മാഡം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ആ ഒരു പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ എല്ലാ ലീഡേഴ്സും ആ ഒരു 4 ദിവസം കൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ ലീഡേഴ്സ് വളരെ ലളിതവും വ്യക്തവുമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് അപ്ലൈൻ കണക്ടിവിറ്റി ആണ്. ഓക്കെ, എന്താണ് അപ്ലൈൻ? നമുക്കൊക്കെ അറിയാം എന്താണ് അപ്ലൈൻ. നമ്മളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്ത നമ്മളുടെ വ്യക്തി, നമ്മളെ ആ ഒരു കണക്ട് ചെയ്ത ആ ഒരു വ്യക്തിയാണ് നമ്മുടെ അപ്ലൈൻ. അപ്പോ എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മളിവിടെ വന്നിരിക്കുന്നത് വലിയൊരു ഗോള്, വലിയൊരു ലക്ഷ്യത്തിലേക്കാണ്. കാരണം നമ്മുടെ ലൈഫ് സെറ്റിൽ ആക്കുക, നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെ നമ്മളിവിടെ കണക്ട് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളോട് നമ്മുടെ അപ്ലൈ, നമ്മൾ കണക്ട് ചെയ്യിപ്പിച്ച വ്യക്തി നമ്മളോട് എന്താ പറയുക? ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. ഇതാ, നിങ്ങൾക്ക് ഇതൊരു പിടിവള്ളിയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളിയാണ്. നമ്മുടെ കമ്പനിയിൽ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കുറെ പ്രൊഡക്ട്സ് വാങ്ങണം, കുറെ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ വിടുകയാണോ ചെയ്യുക? അല്ല അല്ലെ, അല്ല. നമുക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിന്നിംഗ് ടീം എന്നൊരു വലിയൊരു ഓർഗനൈസേഷൻ നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മുടെ അപ്ലൈൻ ഉണ്ട്. അപ്പൊ ആ വിന്നിംഗ് ടീം നമുക്ക് അത് വിന്നിംഗ് ടീം എന്ന ഒരു ഓർഗനൈസേഷൻ നമുക്ക് നമ്മളുടെ ലൈഫിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അവർ എന്താ പറയാ, ഒരു കുറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 10 കോർ സ്റ്റെപ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 പോയിന്റുകളുണ്ട്, ഒരു 10 സ്റ്റെപ്പുകളുണ്ട്. അതിലൊരു പോയിന്റ് ആണ്
ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്ന ഈ ഒരു അപ്ലൈൻ കണക്ട് എന്നുള്ള ഒരു പോയിന്റ്. അപ്പൊ അതില് ആദ്യത്തേത് ഡിഫൈൻ ദ ഡ്രീം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു ഡ്രീം ആവശ്യമാണ്. ഡിഫൈൻ ദ ഡ്രീം. പിന്നെ നമുക്ക് നമ്മുടെ മീറ്റിംഗ്സ്, ബുക്സ്, കാര്യങ്ങള് അത് നമ്മുടെ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. നമ്മൾ മീറ്റിംഗിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള കുറെ ബുക്കുകൾ, നല്ല നല്ല ബുക്കുകൾ വായിക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നീട് 100% നമ്മൾ പ്രൊഡക്റ്റീവ്സ്, അതായത് പ്രൊഡക്ടിവിറ്റി ആയിരിക്കണം. പിന്നെ മേക്ക് എ ലിസ്റ്റ്, അതൊക്കെ ആക്ഷന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഇൻവൈറ്റ് ആൻഡ് കോണ്ടാക്ട്, അതൊക്കെ സുഷിത മാം നല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഷോ ദ പ്ലാൻ, ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ 10 കോർ സ്റ്റെപ്സിൽ വരുന്ന പോയിന്റുകൾ. അതുപോലെ കൗൺസിലിംഗ് വിത്ത് അപ്ലൈൻ, അപ്പൊ ആ ഒരു പോയിന്റ്. നെക്സ്റ്റ് അക്കൗണ്ടബിലിറ്റി, പിന്നെ അവസാനമായിട്ട് ലേണബിൾ, ടീച്ചബിൾ ആൻഡ് ഡ്യൂപ്ലിക്കബിൾ. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നമ്മളുടെ വിന്നിംഗ് ടീം നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 10 കോർ സ്റ്റെപ്സ് ആണ്. ഇത് പഴയ 10 കോർ സ്റ്റെപ്സ് ആണ്. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കഴിഞ്ഞ 90 ഡേയ്സ് മിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സുധീഷ് സാറ് കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു 10 കോർ സ്റ്റെപ്സ് ഇതിനെ ഒന്ന് മാറ്റി, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഡിഫൈൻ ദ ഡ്രീം, അത് അങ്ങനെ തന്നെ നമുക്ക് ഫസ്റ്റ് എന്തായാലും ഡ്രീം ആവശ്യമാണ്. പിന്നെ നമുക്കുള്ളത് റീഡ് ബുക്സ് ആണ്. പിന്നെ ലിസൺ CEP, മൂന്നാമത്തെ പോയിന്റില് ശരിക്കും നമുക്ക് പഴയതിൽ 100% പ്രൊഡക്റ്റ് യൂസ് ആയിരുന്നു. പക്ഷെ ഇന്ന് പുതിയ സുധീഷ് സാർ പറഞ്ഞ നമ്മുടെ പുതിയ 10 കോർ സ്റ്റെപ്സില് മൂന്നാമത്തെ പോയിന്റ് വരുന്നത് ലിസൺ ടു CEPക്ക് പ്രാധാന്യം കൊടുക്കുക. കാരണം നമ്മൾക്ക് ഇവിടുന്ന് പഠിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്ത് അതിലൂടെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുക. അതുപോലെ തന്നെ അറ്റൻഡ് ദ മീറ്റിംഗ്സ്, നമുക്ക് കിട്ടുന്ന ഓരോ മീറ്റിങ്ങുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. പവർ പ്രൊമോഷൻ, കൗൺസിലിംഗ് വിത്ത് അപ്ലൈൻ, അതായത് പഴയ 10 കോർ സ്റ്റെപ്സിൽ 8ാമത്തെ പോയിന്റ് ആയിരുന്നു കൗൺസിലിംഗ് വിത്ത് അപ്ലൈൻ അല്ലെങ്കിൽ അപ്ലൈൻ കണക്ട് എന്നെങ്കിൽ ഇന്ന് പുതിയ നമ്മുടെ ഇതില് 7ാമത്തെ പോയിന്റ് ആണ് കൗൺസിലിംഗ് വിത്ത് അപ്ലൈൻ എന്നുള്ളത്. അപ്പൊ നമ്മളുടെ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഗൈഡ് ആണ് അല്ലെ. നമുക്ക് അപ്ലൈന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ ഒരു വഴികാട്ടി എന്ന രീതിയിൽ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ഗൈഡ് ആയിട്ടാണ് നമ്മൾ അപ്ലൈൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു GPS, ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെയാണ്, എവിടെയെങ്കിലും പോകുന്നെങ്കിൽ നമ്മൾ GPS ഓൺ ആക്കിയിട്ട് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് ഒരു വഴികാട്ടി ഉണ്ടാവും അല്ലെ. ആ വഴി നമുക്ക് അങ്ങനെ GPS പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ അപ്ലൈൻ ഒരു GPS ആണ്. അതുപോലെ തന്നെ നമ്മളുടെ അപ്ലൈൻ എന്ന് പറയുന്നത് ഓക്കെ സാർ, സ്ലൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. നമ്മുടെ അപ്ലൈൻ നമ്മളുടെ ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, നമ്മളുടെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും നമ്മളുടെ അപ്ലൈൻ. നല്ലൊരു കോച്ചായിരിക്കും. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത്, നമുക്ക് പറഞ്ഞു തരുന്ന നല്ലൊരു കോച്ചായിരിക്കും നമ്മളുടെ അപ്ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പെരുമാറ്റത്തിൽ അറിയാതെ വരുന്ന മിസ്റ്റേക്സ് ഉണ്ടല്ലേ, അപ്പൊ നമ്മൾക്കും ഒരിക്കലും കാണാൻ സാധിക്കാത്ത ഈ ഒരു ബിസിനസ് നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് എവിടെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്, അല്ലെങ്കിൽ എവിടെയാണ് ഇവിടെ നമുക്ക് മിസ്റ്റേക്സ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്കൊരു അപകടം പതിയിരിക്കുന്ന ഒരു മേഖല എവിടെ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചലഞ്ച് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെ കറക്റ്റ് ആയിട്ട് കോച്ച് ചെയ്യുന്ന നല്ലൊരു കോച്ചായിരിക്കും നമ്മളുടെ അപ്ലൈൻ. അതുപോലെ തന്നെ നല്ലൊരു ഫിലോസഫർ കൂടിയായിരിക്കും. നമുക്കറിയാം, നമ്മള് ഭരതൻ സാറിന്റെയും അതുപോലെ തന്നെ ജ്യോതി സാറിന്റെ ഒക്കെ ആ ഒരു സെഷൻസ് കേൾക്കുന്ന സമയത്ത് ഒരുപാട് ഫിലോസഫികള്, അത് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്കറിയാം. നമ്മൾ കറക്റ്റ് ആയിട്ട് CEP അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ സെഷൻസ് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ഫിലോസഫി നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ടാവും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പൊ നമ്മളുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഡൗൺ ലൈൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് ഭയങ്കര വലിയൊരു ക്യൂ നിൽക്കുകയാണ്. അപ്പൊ നമ്മളവിടെ തിക്കി ഇടയിൽ കയറുമ്പോൾ എന്താ, നമുക്ക് അവിടെ നിന്ന് തിരക്കി കയറ ആ ഒരു ഇത് മാറിയിട്ട്, നമ്മൾ സാധാരണ അങ്ങനെയല്ലേ, നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഏറ്റവും ബാക്കിലെ ഒരുപാട് നീണ്ടൊരു ക്യൂ ആണെങ്കിൽ ബാക്കിൽ നിൽക്കാനുള്ള ഒരു മടി കൊണ്ട് അല്ലെങ്കിൽ അത്രയും നേരം പിന്നെയും സമയം പോകും. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇടയിൽ കയറാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ഇടയിൽ കയറി നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അല്ലെ. പക്ഷെ അതല്ലാതെ നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ട് ആ ഒരു ക്യൂ പാലിച്ച്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന അതിൽ ആരെങ്കിലുമായിട്ട്, ഇപ്പം നമ്മുടെ തൊട്ടടുത്തൊരു വൃദ്ധനാണ് എങ്കിൽ അവരോടൊക്കെ നിങ്ങൾ മുന്നിൽ നിന്നോളൂ, അങ്ങനെ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുമ്പോൾ
നമ്മൾ ഒരു കൈൻഡ് അവിടെ അല്ലെ, നമ്മളുടെ ഒരു ബി കൈൻഡ് ആയി മാറും അവിടെ. അപ്പൊ അത് കാണുമ്പോൾ നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താ പറയാ ഡൗൺലൈൻ ആവട്ടെ, അപ്പൊ നമ്മളെ കുറിച്ച് അവർക്കൊരു മതിപ്പ് വരും. ഓക്കെ, ഇദ്ദേഹം ഒരു ജെന്റിൽമാൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് ഇപ്പൊ നമ്മളുടെ അപ്ലൈനെ നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്, ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് 3 രീതിയിലുള്ള യൂസ് ആണ്. ഒന്ന് നോ യൂസ്, ഒന്ന് മിസ് യൂസ്, ഒന്ന് പ്രോപ്പർ യൂസ്. അപ്പൊ പല ആളുകളും അപ്ലൈനെ യൂസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അപ്പൊ ചിലർ ഓവറായിട്ട് അപ്ലൈനെ യൂസ് ചെയ്യും, ചിലർ ഒട്ടും യൂസ് ചെയ്യാതിരിക്കും. അപ്പൊ ചില ആൾക്കാർ എന്താണ് അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള ഒരു പ്രയോറിറ്റി പോലും കൊടുക്കാറില്ല. പല രീതിയിൽ അപ്ലൈനെ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. അപ്ലൈൻ ഉണ്ടെന്നൊരു മനോഭാവം പോലും അവിടെ ചില ആൾക്കാർ, അങ്ങനെ നമ്മളല്ല വേറെ പലരും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം എന്നാണ് പറഞ്ഞത്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നൊരു കാർഡിനൽ റൂൾസ് ഉണ്ട്. അപ്പൊ ആ റൂൾസിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും നമ്മുടെ അപ്ലൈനുമായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് വിത്ത് ഒരു അപ്ലൈൻ. എന്ത് കാര്യമാണ് ചെയ്യുന്നതിന് മുമ്പിൽ അപ്പൊ നമ്മൾ ആ ഒരു അപ്ലൈന് പ്രയോറിറ്റി കൊടുക്കുകയാണ്. ഇപ്പൊ വിത്തൗട്ട് ചെക്കിങ് നമ്മുടെ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്ലൈനുമായിട്ട് ചെക്ക് ചെയ്യാതെ. അപ്പൊ നമ്മളൊരു ഹോം മീറ്റ് നടത്തുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അപ്ലൈനോട് ചോദിക്കാം, ഞാൻ ഇവിടെ ഒരു ഹോം മീറ്റ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന വ്യക്തിയെ കാണാൻ പോവുകയാണ്, അപ്പൊ നമുക്ക് എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നത് ഓക്കെ ആണോ, ഞാൻ ഇന്ന രീതിയിലാണ് അവരോട് സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടീമിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, അപ്പൊ അത് കറക്റ്റ് ആണോ എന്ന് നമ്മളത് സ്വയം ചെയ്യാതെ നമ്മളുടെ അപ്ലൈനോട് ചോദിച്ച് ചെക്ക് ചെയ്ത് അപ്ലൈൻ ആയത് ഓക്കെ, ഇത് നല്ലതാണ്, ഈ രീതിയിൽ പ്രൊസീഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ പിന്നെ നമുക്ക് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ അപ്ലൈനെ, അല്ലെ? മിസ്യൂസ് ചെയ്യുന്നത് അത് പലരും പല ടൈപ്പിലാണ് മിസ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചില ആൾക്കാർ അപ്ലൈനെ ഒരു കോൾ സെന്റർ ആയിട്ടൊക്കെ ഉപയോഗിക്കും. ചില ആൾക്കാര് എന്താ പറയാ ഈ കൊറിയർ ഡെലിവറി ബോയ് ഒക്കെ ആയിട്ട്, ചില ആൾക്കാര് ഈ ഗ്രാഫിക് ഡിസൈനർ ഒക്കെ ആയിട്ട് അപ്ലൈൻ ഉപയോഗിക്കും. അപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ ആൾക്കാരെ വിളിച്ചപ്പം ഈ ഡൗൺലൈൻ വിളിക്കുകയാണ്, അപ്ലൈനെ വിളിച്ചിട്ട് പറയാണ്, ഓക്കെ ഞാൻ കുറെ ആൾക്കാരുടെ നമ്പർ അയച്ചു തന്നിട്ടുണ്ട്, അപ്പൊ ഇവരെയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് വിളിക്കണം, വിളിച്ചിട്ട് ഈ ബിസിനസ് ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരൊന്ന് കൺവിൻസ് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നവര് അത് തെറ്റായ മാർഗമാണ്. ഒരിക്കലും നമ്മളുടെ അപ്ലൈൻ അങ്ങനെ കുറെ ആളുകളെ നമ്മളുടെ പക്ഷെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അത് എന്റെ ടീമിൽ തന്നെ വേണം, നിങ്ങൾ വിളിച്ച് സംസാരിച്ചോളൂ, ഞാൻ നമ്പർ തരാം എന്ന് പറയുന്ന ആ ഒരു രീതി. അപ്പൊ നിങ്ങൾ സ്വയം ചിന്തിക്കുക, നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ആ ഒരു രീതി നമ്മൾ ചെയ്യരുത്, അത് തെറ്റായ ഒരു രീതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മള് ഈ ഒരു അപ്പൊ ആ ഒരു ചെയ്യേണ്ടത്, നമുക്ക് ഒരാളെ കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറയണം എന്നുണ്ടെങ്കിൽ, അത് അപ്ലൈനെ കൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്ലൈനെ വിളിക്കുക. വിളിച്ചിട്ട് അപ്ലൈനുമായിട്ട് ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യണം. ഓക്കെ, എനിക്ക് ഇന്ന സമയത്ത് 11 മണി മുതൽ ഇത്ര മണി വരെ ഒന്ന് ഫ്രീ ആകാമോ, എനിക്ക് കുറച്ച് പേരോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാനുണ്ട് എന്ന് നമ്മൾ നമ്മുടെ അപ്ലൈനോട് പറയുക. അപ്പൊ അപ്ലൈന്റെ ഒരു ടൈം നമ്മൾ അവിടെ ബുക്ക് ചെയ്യുക. അതിനുശേഷം ആ സമയമാകുമ്പോൾ, അപ്പൊ നമ്മളൊരു ടൈം ബുക്ക് ചെയ്തിട്ടുണ്ട്, ആ സമയമാകുമ്പോൾ നമ്മൾ അപ്ലൈനെ വിളിച്ചിട്ട് കോൺഫറൻസ് കോളിൽ നമുക്ക് ആരെയാണോ വിളിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരോടാണോ സംസാരിക്കേണ്ടത്, അവരെ നമുക്ക് ഒരു കോൺഫറൻസ് കോൾ ഇട്ടിട്ട് അപ്ലൈനുമായിട്ട് സംസാരിക്കാം. ഓക്കെ, ആ രീതിയിൽ അതിൽ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു രീതിയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷെ അല്ലാതെ നമ്മൾ കുറെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ വിളിക്കൂ, ഒന്ന് സംസാരിക്കൂ, ഒന്ന് കൺവിൻസ് ചെയ്യൂ എന്ന് നമ്മൾ പറയരുത്. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മളുടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിർത്തേണ്ട സമയമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് എന്താ പറയാ ഒരു ഡെലിവറി ബോയ് ആയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ വാങ്ങുന്നത് എന്താണ്, നമുക്ക് പല്ല് തേക്കാനുള്ള സാധനങ്ങൾ, നമുക്ക് പല്ല് തേക്കാനുള്ള പേസ്റ്റ്, നമുക്ക് കുളിക്കാനുള്ള സോപ്പ്, നമ്മുടെ ടോയ്ലറ്റ് കഴുകാനുള്ളത്, നമ്മളുടെ ഫ്ലോർ തുടയ്ക്കാനുള്ളത്, ഇതൊക്കെ നമുക്ക്, അതായത് ഹൈജീൻ ഒക്കെ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ. അപ്പൊ എന്ത് തന്നെ ആയാലും
നമ്മൾ അതൊക്കെ നമ്മുടെ അപ്ലൈനോട് നമ്മളുടെ വീട്ടിൽ എത്തിച്ചു തരാൻ പറയുക എന്നത് വളരെ സ്ക്രീനിൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അത്ര എമർജൻസി സിറ്റുവേഷൻ ആണ് എങ്കിൽ ഇപ്പൊ നമുക്ക് അത്രയും നമുക്ക് പോയി വാങ്ങാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കാണെങ്കിൽ അത് അത്യാവശ്യമുണ്ട്, ആ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ അപ്പൊ നമ്മളുടെ അപ്ലൈ നമ്മളുടെ തൊട്ടടുത്തുള്ള DLCPയിൽ പോകുന്നുണ്ട് എങ്കിൽ അപ്ലൈനോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. റിക്വസ്റ്റ് ചെയ്തിട്ട് പറയാം, എനിക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് എത്തിച്ചു തരുമോ എന്ന് അപ്ലൈനോട് ചോദിക്കാം. അതും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം. അപ്പൊ അത് പക്ഷെ നമ്മൾക്ക് പ്രോഡക്റ്റ് എത്തിച്ചു തരേണ്ടത്, നമ്മളൊന്ന് ഓർക്കുക, നമ്മൾക്ക് പ്രോഡക്റ്റ് എത്തിച്ചു തരേണ്ടത് നമ്മളുടെ അപ്ലൈന്റെ പണിയല്ല. പക്ഷെ ആ സിറ്റുവേഷൻ നമ്മൾ ചോദിക്കാം, അതിൽ തെറ്റില്ല എന്ന് വെച്ചിട്ട് അത് നമ്മളുടെ അവകാശവുമല്ല. അപ്ലൈനെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ അവകാശമല്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ രീതിയിൽ നമുക്ക് അപ്ലൈനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ട്. അപ്പൊ അത് മിക്ക ആൾക്കാർക്കും, പല ആൾക്കാർക്കും പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് നമ്മളുടെ ടീമിലോ അല്ലെങ്കിൽ നമുക്കൊരു അച്ചീവ്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു പോസ്റ്റർ റെഡിയാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ അപ്ലൈനെ ഏൽപ്പിക്കും അല്ലെ? അപ്ലൈനെ ഏൽപ്പിക്കുന്നതിന് പകരം നമ്മൾ എന്താണ് അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് അപ്ലൈനോട് ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കൂ, ഇനിയാൾക്ക് ഈ ഒരു ഇത് ഉണ്ടാക്കൂ എന്ന് പറയുന്നതിന് പകരം ഇത് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നൊന്ന് പഠിപ്പിച്ച് തരാമോ എന്നാണ് നമ്മൾ അപ്ലൈനോട് ചോദിക്കേണ്ടത്. അപ്പോ നമുക്കത് പഠിച്ചെടുക്കാനും സാധിക്കും, നമ്മളുടെ കൂടെ വരുന്ന ആൾക്കാരിലേക്ക് നമുക്കത് പാസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ഇപ്പൊ നമുക്കറിയാം ഈ മിസ്യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് അവിടെ, കാരണം എന്താണ്, ഇന്ന് നമ്മൾ ഡൗൺലൈൻ ആണ് എങ്കിൽ നാളെ നമ്മൾ ഒരു അപ്ലൈൻ ആണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മളുടെ അപ്ലൈനെ കണക്ട് യൂസ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ വരുന്ന, നമ്മൾ അപ്ലൈൻ ആകുന്ന സമയത്ത് നമ്മളുടെ ഡൗൺലൈൻസും നമ്മളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് അതിനുള്ള അവകാശമുള്ളൂ. അപ്പോ എന്താ പറയാ, ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള യൂസ്, അപ്പൊ നമ്മൾ ഒരിക്കലും ഈ ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ടൊന്നും എന്താ പറയാ നമ്മുടെ അപ്ലൈനെ ഉപയോഗിക്കരുത്. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? ഇപ്പൊ ഇന്ന് ക്യാൻവ ആപ്പും ഇൻഷോട്ടും ഒക്കെ ഉള്ള അതാണ്. അപ്പൊ അപ്ലൈൻ അതിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ടാവും ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. സിമ്പിൾ ആണ് പഠിച്ചെടുക്കാൻ. ഞാനും പഠിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ, ഞാനും പഠിച്ചു വീഴുന്നു. എന്റെയും ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് അതാണ്. ഓക്കെ, തുറന്നു പറഞ്ഞതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ എനിക്കും ടെക്നിക്കലി ഇത് ബുദ്ധിമുട്ടായത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിച്ചെടുക്കാനുണ്ട്. പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ അപ്ലൈനെ യൂസ് ചെയ്യുക, നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുക, അദ്ദേഹത്തിന്റെ സപ്പോർട്ട് എടുക്കുക, അദ്ദേഹത്തിന്റെ മെന്റർഷിപ്പ് എടുക്കുക. മെന്റർഷിപ്പ് എടുക്കുക എന്ന് പറയുന്ന സമയത്ത് മെന്റർ എന്ന് ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു മെന്റർ ആസ് എ മെന്റർ ആയിട്ട് നമ്മൾ നമ്മുടെ അപ്ലൈനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ഓരോ ആക്ടിവിറ്റിയും, നമ്മളെ പേഴ്സണൽ ആക്ടിവിറ്റി റിപ്പോർട്ട് നമുക്ക് ആ ഒരു മെന്ററിന്റെ അടുത്ത് കൊടുക്കണ്ടാവും. PAR, പേഴ്സണൽ ആക്ടിവിറ്റി റിപ്പോർട്ട്. നമ്മൾ ആ ഒരു റിപ്പോർട്ട് നമ്മുടെ മെന്റർക്ക് കൈമാറണം. അപ്പൊ ആ പേഴ്സണൽ ആക്ടിവിറ്റി റിപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ അപ്ലൈനെ കണക്ട് ചെയ്യരുത് എന്നാണ് നമ്മുടെ സിസ്റ്റം പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ അദ്ദേഹത്തെ ഒരു മെന്റർ ആയിട്ടാണ് എടുക്കുന്നത്. മെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്കും ഗൈഡ് ചെയ്യുന്നുണ്ടാകും. നമ്മളുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ ഓരോ സ്പന്ദനം പോലും നമ്മളുടെ ഗൈഡിന് അല്ലെങ്കിൽ നമ്മുടെ ആ മെന്ററിന് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ മെന്ററിനെ അറിയിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ ആ ഒരു സമയത്ത്, അതായത് റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നമ്മുടെ അപ്ലൈനുമായിട്ട് വേണം. ആ റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആ റെഗുലർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, എന്താ ഒരു നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആളെ അറിയിക്കുന്ന സമയത്ത്, ഇപ്പൊ നമുക്ക് ആ ഒരു മെന്റർഷിപ്പ് കിട്ടുന്നുണ്ടാവും, നമുക്കുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതിനുള്ള ഒരു സപ്പോർട്ടും കൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, ആ ഒരു അപ്ലൈന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതായത് നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യുന്നത്, സപ്പോർട്ട് എടുക്കുക എന്നാൽ അതിന്റെ ഒരു മെന്റർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞു ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന നമ്മുടെ അപ്ലൈൻ ആണ് അല്ലെ?
വെറും നമ്മളുടെ ജസ്റ്റ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ ഇട്ടിട്ട് പോകുന്ന അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്ന അപ്ലൈൻ അല്ല. നമ്മളുടെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന നമ്മളുടെ അപ്ലൈൻ, ഫിൽട്ടർ ചെയ്യാത്ത അപ്ലൈൻ. ഓക്കെ, അപ്പൊ ആ ഒരു റെഗുലർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ എന്താണ് എന്നും ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഗോൾ എന്താണ്, നമുക്ക് നമ്മുടെ ലൈഫില് സക്സസ് ആവുക, അതാണ് നമ്മളുടെ ഗോള്. ആ ഗോൾ നമുക്ക് നേടിത്തരാനായിട്ട് നമുക്ക് ട്രെയിനിങ്ങും മെന്റർഷിപ്പും സപ്പോർട്ടും അതുപോലെ തന്നെ റിസോഴ്സസ് തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ എവിടെ നിന്നാണ്, അതെങ്ങനെ കിട്ടുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പൊ ഞാനൊരു ഒരു കൊട്ടേഷൻ ഒരു തോട്ട് ഗ്രൂപ്പിൽ ഇടുകയാണ്, അല്ലെങ്കിൽ എന്റെ ഡൗൺലൈൻസുമായിട്ട് ഞാൻ പാസ് ചെയ്യുകയാണ്. അപ്പൊ അത് എവിടുന്ന് കിട്ടി, അപ്പൊ ഞാൻ വെറുതെ ഒരു തോട്ട് ആ ഗ്രൂപ്പിൽ ഇട്ടാൽ മാത്രം പോരാ. അപ്പൊ ഞാൻ ഇന്നൊരു ബുക്കിൽ നിന്ന് വായിച്ച നല്ലൊരു തോട്ടാണ്, അപ്പൊ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ എന്താണ്, അത് കിട്ടിയ റിസോഴ്സ് എവിടെ നിന്നാണ്, ആ തോട്ട് എനിക്ക് എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പൊ എന്താണ് റിസോഴ്സിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു, ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് നമ്മൾ ഒരിക്കലും അപ്ലൈനെ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞു തരുന്നത് നമുക്കറിയാം, ക്യാൻവ ആപ്പ് വഴി. അപ്പൊ നമ്മുടെ അപ്ലൈ നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു ആപ്പ് ഇപ്പൊ ഇന്ന് ക്യാൻവയാണ്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് അതിൽ ചെയ്യാം, അത് പഠിച്ചെടുത്താൽ മതി. അത് അദ്ദേഹം നമുക്ക് തരുന്ന ഒരു റിസോഴ്സ് ആണ് ആ ക്യാൻവ ആപ്പ് അല്ലെ. അതുപോലെ തന്നെ ആ ഒരു ബുക്കിന്റെ പേര്, അങ്ങനെ നമുക്ക് വേണ്ട റിസോഴ്സസ് ഒക്കെ നമുക്ക് അപ്ലൈന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല, നല്ലൊരു മോട്ടിവേഷൻ പിന്നെ എന്താണ്, റെക്കഗ്നേഷനും കിട്ടുന്നുണ്ടാവും. ഈ മോട്ടിവേഷൻ എന്ന് പറയുമ്പം എന്താണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പുലിയാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾക്കൊണ്ട് അത് മാത്രല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മളുടെ അപ്ലൈൻ എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോ ഒരു ഫിസിക്കൽ മീറ്റിംഗ് നടക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ വീടിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സ്ഥലത്ത് അടുത്തുള്ള സ്ഥലത്ത് ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോ നമ്മുടെ അപ്ലൈൻ പറയും, നിങ്ങൾക്ക് പോണം കേട്ടോ, നിങ്ങൾ പോയി അത് അറ്റൻഡ് ചെയ്യണം, അത്രയ്ക്ക് നല്ലൊരു പ്രോഗ്രാമാണ്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, ഞാൻ പോകാം എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ അപ്ലൈൻ പറയണം, പറ്റിയാൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒരു 10 പേരെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കൂ. നമ്മളോട് അത് ഫോഴ്സ് ചെയ്ത് ഒരിക്കലും പറയുന്നില്ല, പക്ഷെ അതിന്റെ വാല്യൂ പറഞ്ഞ് മനസ്സിലാക്കി 10 പേര് നിങ്ങളുടെ കൂടെ വരുന്ന സമയത്ത്, ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അവർ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ നിങ്ങളോടൊപ്പം കൂടുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും എന്ന് നമ്മളുടെ അപ്ലൈൻ പറയുമ്പോൾ, ഓക്കെ നമ്മളത് ഓക്കെ സർ, ഞാൻ തീർച്ചയായിട്ടും 10 പേര് ഞാൻ കൊണ്ടുപോകാം എന്ന് പറയും. പക്ഷെ ആ സമയത്ത് നമുക്ക് ആ കറക്റ്റ് സമയത്താകുമ്പോൾ നമുക്ക് 10 പേര് നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല. ചിലപ്പം 4ഓ 5ഓ പേരെയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ അപ്ലൈൻ നമ്മളോട് പറയാണ്, എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്, ഞാൻ 10 പേരെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്നൊരു ടാർഗറ്റ് തന്നു 10 പേര്, എന്ത് നിങ്ങൾ 10 പേരെ കൊണ്ടുപോയില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ വിഷമാവും. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ 4-5 പേര് തന്നെ സംഘടിപ്പിച്ചത് എനിക്കറിയാം. ഇത്രയും ആൾക്കാരെ കൊണ്ടുപോകാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി, ഈ ഒരു ബിസിനസിന്റെ ഒരു മീറ്റിംഗിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി, ഈ 4-5 പേരെ അവിടെ എത്തിക്കാൻ ഞാൻ പെട്ട പാട് എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. പക്ഷെ ഒരിക്കലും നമ്മളുടെ അപ്ലയൻസ് നമ്മളോട് അങ്ങനെ പറയില്ല. നമ്മളോട് എന്താ പറയാന്നറിയോ, ഓക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും, 3-4-5 പേർ നിങ്ങൾക്ക് അവിടെ എത്തിക്കാൻ പറ്റിയല്ലോ എന്ന് നമ്മളോട് പറയുന്ന സമയത്ത് നമുക്കവിടെ മനസ്സിൽ സന്തോഷം തോന്നും. അപ്പൊ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും, 10 പേരെന്ന് പറഞ്ഞിട്ട് 10 പേരെ എത്തിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ. പക്ഷെ അതല്ല, നമുക്ക് അവിടെ ഒരു മോട്ടിവേഷൻ, ഓക്കെ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നിങ്ങളെ കൊണ്ട് പറ്റും, 10 പേരെന്നല്ല അതിൽ കൂടുതൽ പേരെ, ഇന്ന് നിങ്ങൾ 4-5 പേര് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എത്ര ഒരു നമ്പർ മനസ്സിൽ വെച്ചു, അത്രയും ആൾക്കാർ നിങ്ങൾക്ക് അവിടെ എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗോളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന് പറയുന്ന അപ്ലൈൻ ആണ് നമ്മളുടെ അപ്ലൈൻസ് അല്ലെ. ഒരിക്കലും നമ്മളെ അവിടെ തളർത്താതെ നമ്മളെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമുക്കൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്യാനുണ്ട്, ആ പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ ഇന്ന കടമ്പകൾ നമുക്ക് അവിടെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമ്മളോട് അപ്ലൈൻ പറയാണോ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമയത്ത് ഇന്ന സമയത്തിനുള്ളിൽ ഈ പിൻ ലെവൽ അച്ചീവ് ചെയ്തേ മതിയാവൂ എന്ന് കർശനമായിട്ട് പറഞ്ഞാൽ നമ്മളവിടെ മെന്റലി അയ്യോ അത്രയൊക്കെ ചെയ്യാനുണ്ട്, പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ചിന്തയാകും, മൊത്തം കുളവായി പോകും. പക്ഷെ അവിടെ നമ്മൾക്ക് വേണ്ടുന്ന കറക്റ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ തന്ന് നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മളുടെ അപ്ലൈൻ നമ്മളെ ആ ഒരു പിൻ ലെവലിലേക്ക്,
പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം ഷാജി സാറിന്റെ കാര്യത്തില്, കാരണം സാർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷനും സപ്പോർട്ടും കൊണ്ട് നമുക്ക് നമ്മുടെ അപ്ലൈനിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് റെക്കഗ്നീഷൻസ് കിട്ടുന്നുണ്ടാകും. അതുപോലെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ഗോൾ എന്താണ്, ഗോൾ സെറ്റ് ചെയ്യാനും അത് ആ ഒരു ട്രാക്ക് കറക്റ്റ് ആയിട്ടുള്ള, നമുക്കറിയാം ഇപ്പൊ ജനുവരിയിൽ നമ്മളുടെ ഒരു FRU ആണ് അല്ലെ, FRU എന്നുള്ള ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു വലിയൊരു മാമാങ്കമാണ് കേട്ടോ ഈ FRU എന്ന് പറയുന്ന പ്രോഗ്രാം. ഞാൻ അതിന്റെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷത്തില് ഷാജി സാറൊക്കെ പോയതിന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടതാണ്. അപ്പൊ അത്രയും വലിയൊരു മാമാങ്കത്തിൽ പങ്കെടുക്കാൻ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേജിൽ കയറാൻ പറ്റും എന്നുള്ള ഒരു ഗോൾ നമ്മളുടെ മനസ്സിലുണ്ട്. ആ കയറണം എന്നുള്ള ഗോൾ നമ്മളുടെ മനസ്സിലുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, ആ ഗോളിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ട്, കൃത്യമായിട്ടുള്ള ഒരു വഴികാട്ടിയായിട്ട് നമ്മളുടെ അപ്ലൈൻ ആ ഒരു ഗോളിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യാനും അല്ലെ, നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ നമ്മളെ ട്രാക്ക് ചെയ്യാൻ നമ്മുടെ അപ്ലൈൻ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ, ഹൈ ലെവലില് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, നമ്മൾ എപ്പോഴും എന്താ ചെയ്യാ, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം എന്ന ആഗ്രഹമുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മുടെ ഗോളാണ്. ആ ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളത് നമ്മളുടെ ഗോളാണ്. പക്ഷെ അതിലേക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് വിടുന്ന ഒരു പണി, സോറി, അതാണ് നമ്മളുടെ അപ്ലൈൻ. ഓക്കെ, നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏതൊരു കാര്യവും നമ്മൾ അത് മനസ്സിലാക്കി എടുക്കേണ്ടത് എവിടെ നിന്നാണ്, നമ്മളുടെ അപ്ലൈന്റെ അടുത്തു നിന്നാണ്. നമ്മൾ ഓൾവേസ് ബി താങ്ക്ഫുൾ ആയിരിക്കുക അല്ലെ. ഓപ്പർച്യൂണിറ്റി തന്നു നമ്മുടെ അപ്ലൈൻ അല്ലെ. നമ്മൾ എപ്പോഴും അപ്ലൈനോട് ഒരു, നമ്മളുടെ സായി റെഡ്ഡി സാറിന്റെ ആ ഒരു വീഡിയോയില് സാറ് പറഞ്ഞ ഒരു കാര്യം, എന്റെ അപ്ലൈന്റെ നമ്പർ ഞാൻ മൈ ഗോഡ് എന്നാ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നേ എന്ന് സാറ് പറഞ്ഞ ആ ഒരു, കാരണം നമ്മൾ എന്താണ്, നമുക്ക് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ തന്നത്, നമുക്കൊരു അവസരം തന്നു. നമ്മളുടെ ആ ഒരു മനസ്സിലുള്ള അപ്ലൈനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ബഹുമാനം, അത് എന്ത് ഫീലിംഗ് ആയാലും, അതിപ്പോ നമ്മൾ മറ്റുള്ളവരുടെ ആയാലും കേട്ടോ, നമ്മൾ സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് മനസ്സിൽ വെക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മളത് എന്താ ചെയ്യാ, എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, നമ്മൾ എപ്പോഴും നമ്മുടെ അപ്ലൈനോട് താങ്ക്ഫുൾ ആയിരിക്കണം, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പോ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഒരിക്കലും നമ്മളുടെ അപ്ലൈനെ അബ്യൂസ് ചെയ്യരുത്, ക്രൂശിക്കരുത്. കാരണം നമ്മളുടെ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, 2 ഓപ്ഷനാണ്. ഒന്ന് നമുക്ക് അപ്ലൈന്, ഒന്ന് ഡൗൺലൈൻ, 2 പ്രയോറിറ്റി തരികയാണ് നമുക്ക്. ഒന്ന് അപ്ലൈൻ ആണ്, ഒന്ന് ഡൗൺലൈൻ ആണ്. അപ്പൊ ഈ രണ്ട് പ്രയോറിറ്റി, ഇത് തരുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനാണ്, ഡൗൺലൈൻ ആണോ അപ്ലൈൻ ആണോ? നമ്മൾ നമ്മുടെ അപ്ലൈൻ ആണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മളുടെ അപ്ലൈൻ ആണ് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നമ്മളുടെ അപ്ലൈൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്ലൈൻ ഈസ് എ ബ്ലെസ്സിങ് ആണ്. അത് ഹി ഷോസ് ദിസ് ഓപ്പർച്യൂണിറ്റി അല്ലെ. അവരാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചത്. വിത്തൗട്ട് അപ്ലൈൻ കുഡ് നോട്ട് ക്രിയേറ്റ് ബിഗ് ബിസിനസ്. സത്യമായിട്ടും പറയാണ്, അപ്ലൈൻ ഇല്ലാതെ നമുക്കൊരു വലിയ ബിസിനസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്ലൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ലൈൻ ആണ്. അപ്പൊ നമ്മൾ വെൽ കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ അപ്ലൈൻ നമ്മളുടെ ബെസ്റ്റ് ടൂൾ ആയിരിക്കണം, നല്ലൊരു ടൂൾ ആയിരിക്കണം അപ്ലൈൻ. പ്രോപ്പർ സിസ്റ്റം ബേസ്, അതുപോലെ നമ്മുടെ അപ്ലൈനെ എഡിഫിക്കേഷൻ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് നമ്മുടെ അപ്ലൈനെ എഡിഫിക്കേഷൻ ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് നമ്മുടെ അപ്ലൈനെ എഡിഫിക്കേഷൻ ചെയ്യുക. ഓൾവേസ് റെസ്പെക്ട് യുവർ അപ്ലൈൻ. എപ്പോഴും നമ്മൾ നമ്മുടെ അപ്ലൈനെ റെസ്പെക്ട് ചെയ്യുക. നമ്മളുടെ അപ്ലൈനെ കറക്റ്റ് ആയിട്ട് റൈറ്റ് യൂസ് ഓഫ് യുവർ അപ്ലൈൻ. നമ്മൾ നമ്മുടെ അപ്ലൈനെ 100% സബ്മിഷനോട് കൂടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യുക. നല്ലൊരു റിലേഷൻഷിപ്പ്, പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ. ഓൾവേസ് റിമെമ്പർ വാട്ട് എവർ യു ഡു വിത്ത് യുവർ അപ്ലൈൻ അല്ലെ. എന്തായാലും നമ്മളെപ്പോഴും നമ്മുടെ അപ്ലൈനെ ഓർത്തോണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോ എന്റെ അപ്ലൈൻ ഓർത്തോണ്ടിരിക്കുകയല്ല കേട്ടോ. അതുപോലെ തന്നെ ഓൾ യുവർ ടീം മെമ്പർ വിൽ ഡ്യൂപ്ലിക്കബിൾ അല്ലെ. നമ്മൾ എന്താണോ ചെയ്യുന്നത്
അത് തന്നെയായിരിക്കും നമ്മളുടെ ടീമും ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മളൊരു ഡൗൺലൈൻ ആണ് എങ്കിൽ നാളെ നമ്മളൊരു അപ്ലൈൻ ആണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നമ്മളുടെ ടീം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഏറെക്കുറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു ആൻഡ് വിഷ് യു വെൽ. ഒരിക്കൽ കൂടി സോറി പറയാണ്, കാരണം മഴക്കാറുള്ളത് കൊണ്ടാണ്, ഞാൻ നെറ്റിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഓഫ് ആക്കിയത്. സോറി പറയാണ് ആ ഒരു കാര്യത്തില്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഇന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു നീതു. പ്ലെയിൻ കണക്ടിവിറ്റിയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് നീതു പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് പല ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. പ്രോപ്പർ യൂസ് അല്ലാതെ ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലൈൻ യൂസ് ചെയ്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പോസ്റ്ററുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് കാര്യങ്ങളും അപ്ലൈനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിച്ച് നമ്മൾ ചോദിച്ചിട്ടാണ് പഠിക്കുന്നത്, അത് പഠിക്കാൻ ശ്രമിക്കുക. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച കാര്യമില്ല, സാർ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, എന്നെ പഠിപ്പിക്കാവോ എന്ന് പറയാൻ പറ്റുന്ന ഈ മെന്റാലിറ്റിക്ക് നമുക്ക് വരണം. അത് വളരെ വ്യക്തമായിട്ട് നീതു പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ടീമിൽ ഇന്ന് 95 പേര് CP പങ്കെടുത്തിട്ടുണ്ട്. നാളെ നമുക്ക് 100 ആക്കിക്കൂടെ? റെഡിയാണോ? നാളെ 100 നമുക്ക് ആക്കണം. നിങ്ങളുടെ ആരെങ്കിലും ഇന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ചെക്ക് ചെയ്യുക, ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കുക, അവരെ ഇതിലെത്തിക്കുക. കാരണം നമ്മളിത് ഓരോ ദിവസം കൂടി വരും. കാരണം ഒരു 3 മാസം മുന്നേ നമ്മൾ 60 പേരൊക്കെ ആയിരുന്നു, 55ഉം 60 പേരായിരുന്നു CP നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 95 എത്തിയിട്ടുണ്ട്. ഇന്നലെ കയറിയ കുറേ ആൾക്കാർ ഇന്നില്ല, അതുകൊണ്ടാണ്. എനിവേ നല്ലൊരു വണ്ടർഫുൾ സെഷൻ. ഇവിടെ നമ്മളുടെ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. പാർട്ടിസിപ്പേഷൻ കൂടുന്നത് മാത്രമല്ല, ലീഡർമാരുടെ എണ്ണം കൂടി തുടങ്ങി. മുന്നേയൊക്കെ നമ്മൾ റെക്കോർഡ് സെഷനാണ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ ലീഡേഴ്സ് ഇത് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് ഈ ബിസിനസ്സിന് പ്രത്യേകത. ഇതിൽ ഓരോ ലീഡർമാരും, നിങ്ങൾ ഓരോ ആൾക്കാരും ഇതുപോലെ സെഷൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഓരോ ടീം മെമ്പേഴ്സിൻ്റെതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് CP ക്ലബ്ബുകൾ നടക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും നമ്മുടെ ഓരോ ടീമിൻ്റെ ഇതുപോലത്തെ CP ക്ലബ്ബുകൾ ഇതേപോലെ 100 പേരെ വെച്ചിട്ടുള്ള CP ക്ലബ്ബുകളായി മാറും. ഇപ്പം എൻ്റെ ടീമിൻ്റെ ഇത് CP നടക്കുന്നെങ്കിൽ 95 നമ്മളിത് 300ലേക്ക് പോകുന്നുണ്ടാവും. അതിനു മുന്നേ നമ്മൾ ടീം ഓരോരോ മെയിൻ ടീമിൻ്റെ CP ക്ലബ്ബുകൾ നമ്മൾ സ്റ്റാർട്ട് ആകുന്നത്. ഒരു സ്റ്റാറിൻ്റെ ലെവലിൽ എത്തുന്ന സമയത്താണ് നമുക്ക് പുതുതായിട്ട് അവർക്ക് തുടങ്ങാൻ സാധിക്കും. സ്റ്റാർ ഡയറക്ടേഴ്സിൻ്റെ ടീമിൻ്റെ CP ക്ലബ്ബുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അത് ശ്രദ്ധിക്കുക. ഇതെല്ലാം നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാനുള്ളതാണ്. 100% നമ്മളിത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാനുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു അത് നിങ്ങളെല്ലാവരും ചെയ്യാനുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി ചെയ്യാനുള്ളതാണ്. അത് താഴോട്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് നമുക്ക് ലിവറേജ് കിട്ടും. ഈ ബിസിനസ് ഒരു ലിവറേജ് ബിസിനസ്സാണ്. നമ്മുടെ ആബ്സെൻസിലും നമുക്ക് വരുമാനം വരുന്നത് നമ്മൾ ചെയ്യുന്ന അതേ ആക്ടിവിറ്റി താഴോട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ പ്ലെയിൻ കണക്ടിവിറ്റിയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു 10 മിനിറ്റ് നമുക്ക് ഒരു പുതിയ വ്യക്തികൾക്ക് സംസാരിക്കാൻ സാധിക്കും. ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് നിങ്ങൾ സ്വയം പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ ബിസിനസ്സിൽ വന്ന് നിങ്ങൾ ആരെ കൊണ്ടുവന്ന് പറയാൻ സാധിക്കുമെങ്കിൽ ഒരു ഇന്ററാക്ഷൻ സെക്ഷനാണ്. എന്താ വെച്ചാൽ ആർക്കെങ്കിലും സംസാരിക്കാനുള്ള അവസരം കിട്ടുകയാണ്. ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ആരെങ്കിലും ഒരാൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റാണ്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു വേദി തരുവാണ്. ആർക്കെങ്കിലും ഈ 95 പേരിൽ ആരാണ് സ്മാർട്ട് നോക്കാൻ പറ്റാം? ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്വന്തം പേര്, സ്ഥലം, നിങ്ങളെ ഈ ബിസിനസ് കണക്ട് ചെയ്ത വ്യക്തിയുടെ പേര് പറയാൻ ഏറ്റവും ധൈര്യം കൂടി ആരാ ഉള്ളത്? പെട്ടെന്ന് പറയും. ആൾക്കാർ ധൈര്യം നോക്കും.